ഇപ്പോൾ സജന സജീവൻ കൂടി ചേരുകയാണ്. സജന ഇന്ത്യയുടെ റോക്ക് സ്റ്റാർ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. സജന, ഏറ്റവും ഹാപ്പി മൊമെന്റ് ഇന്ത്യൻ താരം സജന സജീവനാണ് ഇപ്പോൾ 24-നൊപ്പം ചേർന്ന. സജന, വളരെ ഹാപ്പി മൊമെന്റ് ആണ്. എന്ത് ചോദ്യമാണ് ഒരു ക്രിക്കറ്ററിനോട് ചോദിക്കാനുള്ള? എന്റെ ദൈവം, എന്ത് പറയണമെന്നറിയില്ല. ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ആ ടീമിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് എന്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കാണുന്നു. സത്യത്തിൽ കുറച്ച് ടെൻഷൻ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ 1-2 ക്യാച്ച് ഡ്രോപ്പ് ആവുന്നു, ഇല്ലെങ്കിൽ ലോറ ക്രീസിൽ അങ്ങനെ കളം നിറഞ്ഞ് നിൽക്കുന്നതോടുകൂടി ഒരിക്കൽ കൂടി കയ്യിൽ നിന്ന് കളി പോകുമോ എന്നുള്ള വലിയ സങ്കടമുണ്ടായിരുന്നു. ദീപ്തിയുടെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് ഡ്രോപ്പ് ആവുന്നു. പക്ഷേ കൃത്യസമയത്ത് നമ്മുടെ ടീംമേറ്റ്സ്, ഇല്ലെങ്കിൽ ചുണക്കുട്ടികൾ അങ്ങനെ കപ്പിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായും അത് നമ്മള് ത്രൂ ഔട്ട് മാച്ചസ് കണ്ടാൽ അറിയാം. എസ്പെഷ്യലി സെമിയില് നമ്മുടെ ഹെയ്ലിന്റെ വിക്കറ്റ് കീപ്പർ ടോപ്പ് ക്ലാസ് വിക്കറ്റ് കീപ്പറാണ്. ഹെയ്ലിന്റെ കയ്യിൽ നിന്ന് ജമീമയുടെ ഒരു ക്യാച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രഷറുള്ള ഒരു ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇത് ക്രിക്കറ്റ് ആണ്. എല്ലാരും എല്ലായ്പ്പോഴും ടോപ്പ് ഓഫ് ദ മാർക്കിൽ ഒരു അപ് ടു ദ മാർക്ക് നിൽക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അതാണ് നമ്മൾ ത്രൂ ഔട്ട് മാച്ചസ് കണ്ടത്. സ്മൃതി ബാക്കിയുള്ള ലീഗ് ഫേസിലെല്ലാം 100 അടിച്ച് വന്ന് ടച്ചായി നിൽക്കുന്ന ഒരു ബാറ്റർക്ക് സെമിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഹർമന്ദിയും ജെമിയും കളിക്കുന്നു. പിന്നെ ഇവിടെ ഷഫാലി ഒരു ബ്രേക്കിന് ശേഷം ടീമിലേക്ക് വരികയാണ്. തന്റെ മികവുറ്റ ഇന്നിങ്സ് കാഴ്ചവെക്കാൻ ഷഫാലിക്ക് ആ സെമിയിൽ പറ്റിയില്ല. ബട്ട് ഇന്ന് ഫൈനലിൽ ഷഫാലിയുടെ ഇന്നിങ്സ് ക്രൂഷ്യലായി. പിന്നെ 10 ഓവർ പോലും എറിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ദീപ്തി ശർമ്മ സെമിയിൽ എറിയുമ്പോൾ ആകെ 10 ഓവർ കംപ്ലീറ്റ് ചെയ്തത് ചരണി മാത്രമാണ്. ഇന്ന് വന്നിട്ട് ദീപ്തി ഒരു 5 വിക്കറ്റ് എടുക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ വേൾഡ് നമ്പർ 1 ടീമായിട്ട് നിൽക്കുന്നത്. ഒരാൾ ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുണ്ട്. പിന്നെ ലോറയെ പോലുള്ള ക്യാപ്പിനെ പോലെയുള്ള ആൾക്കാർ വന്ന് കളിക്കുമ്പോൾ അവരെ എങ്ങനെ ഔട്ടാക്കാന്നുള്ള ഒരുപാട് ഹാർഡ് വർക്കുകൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ ഒരു കപ്പ് ഉയർത്താൻ പറ്റിയത്. ഓരോ പ്ലേയേഴ്സിനെയും എങ്ങനെ ഇട്ട് അവരുടെ സ്ട്രോങ് ഏരിയ ഏതൊക്കെ ബോളുകൾ എറിയണം, കാര്യങ്ങൾ നമ്മളെല്ലാരും മനുഷ്യരാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്ത് അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ബട്ട് എന്നിരുന്നാൽ കൂടെ നമ്മൾ മാക്സിമം 100% എഫേർട്ടിൽ ഒരാളല്ലെങ്കിൽ ഒരാൾ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ODI നമ്പർ 1 ടീമായിട്ട് നിലനിൽക്കുന്നത്. ഇന്ന് കാലത്ത് ഞാൻ കണ്ട ആദ്യ പോസ്റ്റുകളിലൊന്ന്, ഒരു വാട്സപ്പ് പോസ്റ്റുകളിലൊന്ന് സജനയുടേതായിരുന്നു. അത് ക്യാപ്റ്റനോട് പറയുന്ന ഒരു ഇതായിരുന്നു, ബ്രിങ് ഇറ്റ് ഹോം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുള്ളതായിരുന്നു. നമ്മുടെ ഹർമൻപ്രീതിൻ്റെ കെട്ടിപ്പിടിച്ചുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. എന്തായാലും ക്യാപ്റ്റൻ ആ ഒരു വലിയ സമ്മാനം നമ്മുടെ രാജ്യത്തിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. തീർച്ചയായും എനിക്ക് നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ നമ്മൾ എല്ലാ പ്ലേയേഴ്സ് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മളെല്ലാവരും നെർവസ് ആയിരിക്കും ഒരു ഫൈനൽ കളിക്കാൻ പോകുമ്പോൾ. ബട്ട് അതൊക്കെ ഹർമന്ദി ഒരു മനുഷ്യനാണ്. ഇതെല്ലാം ഹർമന്ദിന്റെ ഉള്ളിലും ഉണ്ട്. ഓരോ ബോളിംഗ് ചേഞ്ച്, ഫീൽഡിംഗ് പൊസിഷൻസ് പറയുമ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഓരോ ബോളും നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് എന്ത്. ബട്ട് ഈ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഹർമന്ദിനെ കൊണ്ട് പറ്റും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പോസ്റ്റ് ഇട്ടത്. അതേപോലെ ഞാൻ ഹഡില് ചെയ്തപ്പോഴും ഇട്ടിരുന്നു, ജയിക്കുന്നതിന്റെ മുമ്പുള്ള കൂടലെന്നും പറഞ്ഞിട്ട്. സോ എനിക്കറിയാം ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഹർമന്ദിനെ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് ഒരാളുള്ളൂ. സോ അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ അവസാന വിന്നിങ് മൊമെന്റ്, അല്ലെങ്കിൽ ആ ക്യാച്ച്, അതൊരു 1.5 ക്യാച്ച് ആയിരുന്നു. തീർച്ചയായും ഹർമന്ദി ആ സെമിയില് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തുകൊണ്ടപ്പോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ അവരുടെ ഫീൽഡിംഗ് നോക്ക്, നമ്മുടെ ഇന്ത്യയുടെ ഫീൽഡിംഗ് നോക്ക്, കയ്യിൽ വന്ന ക്യാച്ചസ്. ഇതൊക്കെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ എളുപ്പമാണ് മനുഷ്യർക്ക്. ബട്ട് അവര് ആ കടന്നു പോകുന്ന ആ ഒരു പ്രഷർ സിറ്റുവേഷന് അതൊക്കെ സംഭവിക്കും. അതൊക്കെ എന്താ പറയാ, ഒരു ദിവസം ക്രിക്കറ്റിൽ ഒരാൾ ഹീറോ ആണെങ്കിലും മറ്റൊരു ദിവസം സീറോ ആവും. അത് മനസ്സിലാക്കാനുള്ള മേ ബി അവരാ പ്രഷറിൽ പറയുന്നത്. എന്നിരുന്നാലും എങ്ങനെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ഒരാൾ ഇങ്ങനെ ക്യാച്ചും ഫീൽഡിങ്ങും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഒരു റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ക്യാപ്റ്റൻ. കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ ഓരോ ബോളും നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനാണ് ചെയ്യുന്ന. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നമ്മുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ ഭയങ്കര ഹാപ്പി. ഈ മൊമെന്റിൽ വലിയ രീതിയിൽ കയ്യടി അർഹിക്കേണ്ട മറ്റൊരു താൾ അമോൾ മജൂംദാർ എന്ന നമ്മുടെ പരിശീലകനാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്ത്യൻ ടീമിൽ കളിക്കാനായിട്ടില്ല, പക്ഷേ ഇന്ത്യൻ ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കാനുള്ള ഒരു വലിയ നിയോഗമാണ് അമോൾ മജൂംദാർ എന്ന് പറയുന്ന ആ താരത്തിനുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അമോൽ സാറ്, ഞാൻ ആദ്യമായിട്ട് ബംഗ്ലാദേശ് ടൂറിലാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്.
എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും നമ്മളുടെ സപ്പോർട്ട് സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷറും ഇന്നേ വരെ പ്ലേയേഴ്സിന് കൊടുത്തിട്ടില്ല. സാറ് ഭയങ്കരമായിട്ട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമ്മളുടെ മിസ്റ്റേക്ക് പോലും ചൂണ്ടിക്കാട്ടാതെ നമ്മൾക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അമൂൽ സാറ് പറയല്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോച്ചാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺസിലെല്ലാം പ്ലേയേഴ്സിന്റെ കൂടെ നിൽക്കും. ഒരു മാച്ചൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ നമ്മളിങ്ങനെ നിസ്സഹായി വരുമ്പോൾ നമ്മളെ തോളത്ത് തട്ടിയിട്ട് പറയും കുഴപ്പമില്ല, ചാൻസ് വരും, അതിൽ ചെയ്താൽ മതി, ബി പ്രിപ്പയർഡ്, അങ്ങനെ പറയാ ചെയ്യാ. സോ ഭയങ്കര ഒരു വലിയ ക്രെഡിറ്റ് അമൂൽ സാറിന് കൊടുക്കണം. ഭയങ്കര ഹാപ്പി. അങ്ങനത്തെ ഒരു കോച്ചിനൊക്കെ ഒരു ഇന്ത്യൻ ടീമിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്. സോ നമ്മള് വേൾഡ് ചാമ്പ്യന്മാരായി ഈ വർഷം ഉയരാനുള്ള ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് അമൂൽ സാറിനും കൂടെ ഉള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.